ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു.എയിൽ ഇന്ത്യക്കാർക്ക് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, വേറെ ഏത് കൺട്രീസിലുള്ളവർക്കാണെങ്കിൽ പോലും യു എ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മളിപ്പോൾ യു.എയിൽ മിക്കവരും വർക്ക് ചെയ്യുന്നത് യു.എ പ്രൈവറ്റ് സെക്ടറുകളിലായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ യു.എ ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ യു.എ ഗവൺമെൻറ് ജോലി നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും യു.എയിലാണെങ്കിൽ പോലും നമുക്ക് യു.എ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, യു.എ എന്ന് പറയുന്നത് ഒരു 7 എമിറേറ്റ്സ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അതായത് ദുബായ്, അബുദാബി, അലൈൻ, അങ്ങനെ 7 എമിറേറ്റ്സ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 7 എമിറേറ്റ്സിനും അവർ വേറെ വേറെ സൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഗവൺമെൻറ് ജോലി അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഏതൊക്കെ സൈറ്റാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിലൊന്നെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായിലുള്ളവരാണെന്നുണ്ടെങ്കിൽ dubai.careers.ae എന്ന വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് അതായത് യു.എ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പം അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ task.careers.ae എന്ന വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഷാർജയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ dhr.gov.ae എന്ന വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അജ്മാനിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ajman.gov.ae എന്ന വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ റാസൽ ഗൈമയിലാണെന്നുണ്ടെങ്കിൽ careers.rak.ae എന്ന വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഏതെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.